ബാക്ക്വേർഡായ കുട്ടികളെ ടീച്ചേഴ്സ് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുത്തും സ്പെഷ്യൽ എക്സാം നടത്തിയും സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ടൊക്കെ അവരെ ഒന്ന് ഫോർവേഡ് ആക്കാൻ വേണ്ടി, മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഉറപ്പാണ്, തീർച്ചയായിട്ടും ശ്രമിക്കും. അവർക്ക് സ്പെഷ്യലായിട്ട് 6 മണി വരെ മദ്രസ പൊതുപരീക്ഷ കുട്ടികൾ. ആ മൂന്നാൾക്ക് എന്തിനാ പ്രത്യേകിച്ച് എടുക്കുന്നത്? അവരോട് ഫീസൊന്നും വാങ്ങുന്നില്ലല്ലോ. സ്പെഷ്യലി വേണ്ട, അവർക്ക് ഒരു ലേണിംഗ് ഡിസബിലിറ്റി, ഒരു അക്ഷരം ശരിക്കും ക്ലിയർ അല്ല, അല്ലെങ്കിൽ പഠനത്തിൽ ചെറിയ വൈകല്യമുണ്ട്. അതുകൊണ്ടാണ് അവരെ ശരിപ്പെടുത്താൻ ഈ ഉസ്താദി ടീച്ചർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ അധ്വാനിക്കുന്നു. പലരും ആക്ഷേപിക്കുന്നു, ഇങ്ങനെയൊന്നും റിസ്ക് എടുക്കണ്ടല്ലോ, എന്തിനാ ടീച്ചറെ, എന്തിനാ സദർ ഉസ്താദ് ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നത് എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ ടീച്ചർ, ഈ ഉസ്താദ് ഈ കുട്ടികൾക്ക് വേണ്ടി മരിച്ചു പണിയെടുക്കുകയാണ്. എന്നിട്ട് കുട്ടികൾ മദ്രസന്റെ പുറത്തിറങ്ങിയിട്ട് ഉസ്താദിന്റെ ചെരുപ്പ് ഒളിപ്പിച്ചു, ഉസ്താദിന്റെ ബൈക്കിന്റെ കാറ്റഴിച്ചു, അല്ലെങ്കിൽ ടീച്ചറുടെ സാരിക്ക് മഷിക്കുപ്പി തന്നെ ഇറങ്ങും. അപ്പൊ ബാക്കി സഹാധ്യാപകരും കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, കിട്ടിയില്ലേ, പോരെ, ഇത്ര നാളും കഷ്ടപ്പെട്ടതിന് കിട്ടിയില്ലേ, ഈ പിള്ളേരല്ലേ ശരിയാക്കാൻ നോക്കിയത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പോൾ എന്തായിരിക്കും പൊതുവിൽ ഉത്തരം ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ ശരിപ്പെടുത്താൻ വേണ്ടി പല സമയത്ത് ശ്രദ്ധിക്കുന്ന സമയത്തും, അവര് കല്ലെറിഞ്ഞും കൂക്കി വിളിക്കുന്ന സമയത്ത് ത്വായിഫുകാര് കല്ലെറിഞ്ഞപ്പോ മലക്കള് സെറ്റായിട്ട് വന്നിട്ട് ചോദിച്ചാൽ ഈ പർവ്വതം അവരുടെ തലയിലിടട്ടെ, മഷിക്കൂപ്പി എറിഞ്ഞ മതി കുട്ടികൾ ടീച്ചർക്കെതിരെ. അന്നേരം എന്താ പറയണത്? വേണ്ട, പാവങ്ങളല്ലേ, അല്ലാഹുമ്മ ഹ്ദി ഖൗമി, കുട്ടികളാണ് അവർ, ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു നബിനെ എങ്ങനെ ഇപ്പോൾ ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കുക?